രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പി.ജെ. കുര്യൻ. പാർട്ടിയിൽ തിരിച്ചെടുത്താൽ രാഹുൽ പാലക്കാട് മത്സരിക്കാൻ യോഗ്യനെന്നും കുര്യൻ. രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കില്ല എന്നായിരുന്നു പി.ജെ. കുര്യൻ നേരത്തെ എടുത്ത നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലും പി.ജെ. കുര്യനും ചങ്ങനാശ്ശേരിയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പി.ജെ. കുര്യന്റെ നിലപാട് മാറ്റം. ഞാൻ മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ പാടില്ല എന്ന് എന്റെ പോയിന്റ്. നടപടി മാറ്റിയാൽ മത്സരിക്കാം അല്ലേ? അല്ല, നടപടി മാറ്റിയാൽ മത്സരിക്കാൻ അർഹനാകും. പക്ഷെ അതുകൊണ്ട് മത്സരിക്കാൻ പാർട്ടി വിട്ടുകൊടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. നടപടി മാറ്റിയാൽ അർഹത വരും. അതാണ് എന്റെ പോയിന്റ്. അർഹത എന്നുള്ളതേ ഉള്ളൂ. ഓ ശരി, ഓക്കെ, താങ്ക് യു. നടപടി മാറ്റിയാൽ മത്സരിക്കാൻ അർഹനാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ സാർ, താങ്ക് യു. സുജു ടി ബാബു ചേരുകയാണ്. സുജു, ആദ്യം എടുത്ത ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹത്തിന് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി സ്ഥാനമില്ല എന്നൊക്കെയായിരുന്നു പി.ജെ. കുര്യൻ പറഞ്ഞത്. ഇന്നലെ പെരുന്നയിൽ വെച്ച് രാഹുൽ എന്തോ ചെവിയിൽ പറയുന്നത് കേട്ടു. അതിനുശേഷം പിന്നീട് യു ടേൺ അടിക്കുകയാണ് പി.ജെ. കുര്യൻ. തീർച്ചയായിട്ടും ഷമി, അതുതന്നെയാണ്. രാഹുൽ പി.ജെ. കുര്യൻ തമ്മിൽ പെരുന്നയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അതിനുശേഷമാണ് പി.ജെ. കുര്യന്റെ നിലപാട് മാറ്റുന്നത്. അടിമുടി നിലപാട് മാറ്റി രാഹുൽ മത്സരിക്കാൻ യോഗ്യനെന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇപ്പോൾ അല്പം കൂടെ കടന്ന രാഹുലിനെതിരെ നടപടി കോൺഗ്രസ് പിൻവലിച്ചാലും തെറ്റില്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണത്തിലേക്ക് കുര്യൻ എത്തുകയാണ്. അതായത് CPIM-ൽ ചില ആരോപണ വിധേയർക്കെതിരെ നടപടി പിൻവലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നടപടി എടുത്തിട്ടില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുര്യൻ അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് വീണ്ടും കടക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചത് കുര്യൻ ഇന്നലെ പി.ജെ. കുര്യനെ കുര്യനും പി.ജെ. കുര്യനും രാഹുലും കണ്ടുമുട്ടിയ ശേഷം ആ 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സംഭാഷണം അവിടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചെവിയിൽ എന്തോ കാര്യം പറയുന്നുണ്ട്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താനിപ്പോൾ പാർട്ടിക്കെല്ലാം പുറത്താണ്, തനിക്ക് പലതും വിളിച്ചു പറയാനുണ്ട് എന്ന തരത്തിലുള്ള സംഭാഷണമാകാനും സാധ്യതയുണ്ട്. അത്തരം ചില സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുര്യനുമായി നടത്തിയ ചർച്ച വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ അനുകൂല നിലപാടിലേക്ക് കുര്യൻ എത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് പി.ജെ. കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോർ കമ്മിറ്റിയിൽ പെടുന്ന ആളുകളാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ക്യാമ്പുകൾ ആരംഭിക്കാനിരിക്കുകയാണ്. അത്തരം ചർച്ചകൾ ആരംഭിക്കാനിരിക്കുമ്പോൾ അതിൽ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന നേതാവാണ് പി.ജെ. കുര്യൻ. അങ്ങനെ ഒരാളും കൊണ്ട് തന്നെ തനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിപ്പിക്കാൻ സാധിച്ചത് രാഹുലിനെ സംബന്ധിച്ചോളം വിജയമാണ്. രാഹുൽ ഷാഫി കൂട്ടുകെട്ടിന് കെ.സി. വേണുഗോപാലിന്റെ പച്ചക്കൊടിയുണ്ട്. കെ.സി. വേണുഗോപാൽ അതിന് അനുകൂലവുമാണ്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ്, മാധ്യമങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഈ രാഹുലിനെതിരാണെന്നുള്ള തരത്തിലെ വാർത്തകൾ, വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രാഹുലിനെതിരെ പരസ്യമായി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ പുറത്താക്കിയെന്ന് കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുമ്പോഴും രാഹുൽ അനുകൂലമായ നീക്കങ്ങൾ സജീവമാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുലിന് മുതിർന്ന നേതാവ് രാഹുലിന് വേണ്ടി പരസ്യ നിലപാട് സ്വീകരിക്കുന്ന ശ്രദ്ധേയമാണ്. എന്തായാലും രാഹുലിനെ പുറത്താക്കിയത് ഒരു പൊറോട്ട നാടകമാണോ ചോദ്യമാണ് വരുന്നത്. ഈ വിഷയത്തിൽ കെ മുരളീധരൻ രാഹുലിന്റെ കാര്യം ഇപ്പോൾ വിഷയം ഉന്നയിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. കാരണം രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നുള്ള നിലപാടിനാണ് കെ മുരളീധരൻ എടുക്കുന്നത്. കെ.സി. വേണുഗോപാൽ പ്രതികരിക്കുമ്പോൾ രാഹുലിനെ പറ്റി കൃത്യമായ ഒരു മറുപടി മത്സരിപ്പിക്കാൻ സാധ്യമല്ല, പാർട്ടിക്ക് പുറത്താണ് ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കെ.സിയും ബുദ്ധിമുട്ട് കാട്ടുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കെ.സി. വേണുഗോപാൽ, ഷാഫി, രാഹുൽ തുടങ്ങിയവരുടെ സഖ്യമാണ്, അച്ചുതണ്ടാണ്. ഇവരുടെ രാഷ്ട്രീയ നീക്കങ്ങളാണ് പാർട്ടിക്കുള്ളിലെ അത്തരത്തിൽ കോൺഗ്രസിൽ വീണ്ടും രാഹുൽ അനുകൂലമായ ഒരു സമീപനം സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ഈ നീക്കം. അതിനാണ് മുതിർന്ന നേതാവ് പി.ജെ. കുര്യനെ കൂടെ ഒപ്പം ചേർത്തിരിക്കുന്നത്. ഷമി, സുജു, പെരുന്നയിൽ വെച്ച് കണ്ടപ്പോ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് രാഹുൽ മാങ്കൂട്ടം കൈ നീട്ടി ഓടി ചെല്ലുമ്പോൾ രമേശ് ചെന്നിത്തല ഓടി രക്ഷപ്പെടുകയാണ്, ഒന്ന് മുഖത്ത് പോലും നോക്കുന്നില്ല. അതേ സ്ഥാനത്താണ് പി.ജെ. കുര്യൻ അടുത്തിരുന്ന് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നീട് തൻ്റെ നിലപാട് മാറ്റിയത്. പക്ഷേ ഇപ്പോൾ സുജുവുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ തിരിച്ചെടുത്താൽ അദ്ദേഹം മത്സരത്തിന് യോഗ്യനാകും എന്നാണ്, പക്ഷേ മത്സരിക്കാൻ സീറ്റ് നൽകും എന്നല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട്. യോഗ്യനാകും, അതായത് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി.ജെ. കുര്യനും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സമീപകാലത്തെ വിഷയങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി.ജെ. കുര്യൻ രാഹുലിനും യൂത്ത് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയാണ് സമീപ ഭാവിയിൽ വാർത്തയിൽ വീണ്ടും ഇടം പിടിച്ചത്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള നേതൃത്വം ഫേസ്ബുക്കിൽ ഇടപെട്ടാൽ പോരാ,
ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന തരത്തിൽ വിമർശനം PJ കുര്യൻ ഉയർത്തുന്നു. അതിനുശേഷം PJ കുര്യന്റെ വാർഡിൽ 46 വോട്ട് മാത്രമാണ് PJ കുര്യൻ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അതായത് PJ കുര്യന്റെ അടിവേരിറക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു. റിബലായി നിന്ന് വിജയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായി സംഭവിക്കുന്നു. PJ കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നു, ഇന്നലെ രാവിലെ രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കില്ല എന്ന്. ഇതാണ് PJ കുര്യന്റെ ഇന്നലെ രാവിലെ വരെയുള്ള സ്റ്റാൻഡ്. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു വന്നപ്പോൾ സ്വമേധ പോലീസ് കേസെടുക്കണമെന്ന് വരെ പറഞ്ഞ നേതാവാണ് PJ കുര്യൻ. എന്നാൽ ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ വെച്ച ചെവിയിൽ സ്വകാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ശേഷം PJ കുര്യൻ യു-ടേൺ അടിക്കുവാണ്. ആ യു-ടേൺ നിലപാടിന്റെ ആദ്യ ഘട്ടമെന്നാണ് PJ കുര്യൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കാൻ യോഗ്യനാണ്. നടപടി പിൻവലിച്ചാൽ അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ലൈംഗിക പീഡന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജികൾ കോടതിയിൽ നിലനിൽക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് PJ കുര്യനെ പോലെ മുതിർന്ന നേതാവ് പറയുന്നത്, രാഹുൽ പാലക്കാട് നടപടി പിൻവലിച്ചാൽ മത്സരിക്കാൻ യോഗ്യനെന്ന നിലപാട് ഒരു 10 മിനിറ്റ് മാത്രം നീണ്ടിക്കുന്ന സംഭാഷണത്തിലൂടെ PJ കുര്യന്റെ ഭാഗത്തുനിന്നത്. ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് രാഹുൽ PJ കുര്യനോട് സ്വകാര്യമായി പറഞ്ഞത്? അത് ഏതെങ്കിലും തരത്തിലെ ബ്ലാക്ക് മെയിലിംഗ് ആണോ? തനിക്ക് പലതും വിളിച്ചു പറയാനുണ്ട്, അതെല്ലാം തുറന്നു പറയുമെന്നാണോ രാഹുൽ നടത്തിയ ഭീഷണി? എന്നാൽ രാഹുലിന്റെ നീക്കത്തിന് പിന്നിൽ ഏതു തരത്തിൽ സമ്മർദ്ദമാണ് കുര്യന്മേൽ ചെലുത്തിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും രാഹുലിന്റെ നീക്കം വീണ്ടും പാർട്ടിക്കുള്ളിൽ കിടക്കുക, സ്ഥാനാർത്ഥിയാവാൻ തന്നെയാണ്. അതിന് കുര്യനെ കൂടെ ഒപ്പം നിർത്തുക എന്നുള്ളത് കോൺഗ്രസിനുള്ളിലെ നിലവിലെ രീതിയിൽ അത് വലിയ പ്രാധാന്യമുണ്ട്. കാരണം PJ കുര്യൻ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് PJ കുര്യൻ. അങ്ങനെ ഒരു നേതാവിനെ കൂടെ കൂട്ടുക എന്ന രാഹുലിന് രാഷ്ട്രീയ നേട്ടമാണ്. കോൺഗ്രസിനുള്ളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കുര്യനും ചില ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ കാണും. തിരുവല്ല സീറ്റ് PJ കുര്യൻ ചിലപ്പോൾ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ രാഹുലിനൊപ്പം ചേർന്ന തിരുവല്ല സീറ്റിൽ കൂടെ മത്സരിച്ച കുര്യനെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്താനും ഉള്ള വഴി തുറക്കപ്പെടുമെന്ന പ്രതീക്ഷ ഒരുപക്ഷെ PJ കുര്യനും കാണും. എന്തായാലും രാഹുൽ മാങ്കൂട്ടിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്ത് എന്ന് പറയുമ്പോഴും കോൺഗ്രസിനുള്ളിലെ ചർച്ച ഇപ്പോൾ രാഹുലായി മാറിയിരിക്കുകയാണ്. ഷമി, PJ കുര്യന് രാഹുൽ മാങ്കൂട്ടത്തോട് സോഫ്റ്റ് കോർണർ. മത്സരിക്കാൻ യോഗ്യനാണ് കോൺഗ്രസിൽ തിരിച്ചെടുത്താൽ എന്നാണ് ഇപ്പോൾ PJ കുര്യൻ പറയുന്നത്. ഇന്നലെ പെരുന്നയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടം PJ കുര്യന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അതിനുശേഷമാണ് ഈ നിലപാട് മാറ്റം. സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.